Hi students, welcome to our GS class. Today we are going to study Standard 5 GS, Chapter 5, Soil, Erosion and Conservation. And today we are going to study the remaining part of Chapter 5, Soil Erosion. Okay, in the previous class we have already studied about soil erosion and various causes of soil erosion, erosion by water, erosion by wind, and next one is human activities. Okay, so human beings also contribute to soil erosion. Okay, so today's topics are deforestation, soil conservation, afforestation, terrace farming, cover crops, shelter belts, crop rotation, bunds or embankments. Correct? Or bunds or embankments. These are on today's topic. So let us start. Human activities. Okay, you take your text. Human activities. Human beings also contribute to soil erosion. അതായത് നമ്മൾ സോയിൽ ഇറോഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് സോയിൽ ഇറോഷൻ? ദ പ്രോസസ് ഓഫ് ക്യാരിങ് അവേ ഓഫ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ വിൻഡ് ഓർ വാട്ടർ ഈസ് നോൺ ആസ് സോയിൽ ഇറോഷൻ. ഓക്കെ, സോ നമുക്കറിയാം സോയിൽ ഇറോഷൻ്റെ ഒരു പ്രധാന കാരണമാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. ഓക്കെ, so cutting of trees in large numbers is known as deforestation. അതായത് ട്രീസ് ഒരു വനത്തിലെ ട്രീസിനെ എല്ലാം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് ട്രീസിനെ അങ്ങ് കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? കട്ടിങ് ഓഫ് ട്രീസ് in large numbers is known as deforestation. Okay, roots of trees hold soil particles firmly and prevent soil erosion. നമുക്കറിയാം ഈ ട്രീസ് ഉണ്ടെങ്കിൽ സോയിൽ ഇറോഷൻ ഒരു പരിധി വരെ തടയപ്പെടും. എങ്ങനെയാണ്? ഈ ട്രീസിൻ്റെ റൂട്ട്സ് എല്ലാം എന്താണ് സോയിലിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, വെൻ ട്രീസ് ആർ കട്ട് ദ ഗ്രിപ്പ് ഓഫ് ദ റൂട്ട്സ് ബിക്കം വീക്ക് ആൻഡ് ദ സോയിൽ ബിക്കംസ് ലൂസ്. നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്യുമ്പോഴത്തേന് ഈ ട്രീസിൻ്റെ എല്ലാ റൂട്ട്സ് വീക്കാവും. അപ്പോൾ റൂട്ട് വീക്കാകുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? സോയില് ലൂസായിട്ട് പോവും. ഓക്കെ, അതുപോലെ തന്നെയാണ് കൺസ്ട്രക്റ്റിംഗ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്. The soil is exposed to natural factors such as wind and water and is easily eroded. Okay, with this soil nutrients also lost and land become unfit for cultivation. നമുക്കറിയാം ഇന്ന് ലാൻഡ് എല്ലാം നമ്മൾ കൾട്ടിവേഷൻ ഉപയോഗിക്കേണ്ട ലാൻഡ് എല്ലാം നമ്മൾ ബിൽഡിങ്സ് പണിയുകയാണ്. ആ ബിൽഡിങ്സ് പണിയുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? സോയിലിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടുകയും അതിലൂടെ ഈ ലാൻഡ് എല്ലാം കൾട്ടിവേഷൻ അൺഫിറ്റായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓവർഗ്രേസിംഗ് ബൈ ആനിമൽസ്, പ്ലോയിങ് ഓഫ് ഹിൽ സ്ലോപ്സ്, ഇംപ്രോപ്പർ ഫാമിംഗ് പ്രാക്ടീസസ് ആൻഡ് ഫോറസ്റ്റ് ഫയർസ് ഓൾസോ ലീഡ് ടു സോയിൽ ഇറോഷൻ. അപ്പോൾ സോയിൽ ഇറോഷൻ്റെ മറ്റുള്ള കാരണങ്ങൾ പറയുന്നതാണ് ഓവർഗ്രേസിംഗ് ബൈ ആനിമൽസ്, പ്ലോയിങ് ഓഫ് ഹിൽ സ്ലോപ്സ്, ഇംപ്രോപ്പർ ഫാമിംഗ് പ്രാക്ടീസ് ആൻഡ് ഫോറസ്റ്റ് ഫയർസ്. ഇതെല്ലാം സോയിൽ ഇറോഷൻ്റെ കോസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് സോയിൽ കൺസർവേഷൻ ആണ്. എന്താണ് സോയിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? പ്രിവെൻറ്റിംഗ് സോയിൽ ഇറോഷൻ ബൈ ടേക്കിംഗ് appropriate measures is called soil conservation. സോയിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയുക, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സൊക്കെ നമ്മൾ സ്വീകരിക്കുക. അതിന് പറയുന്ന പേരാണ് സോയിൽ കൺസർവേഷൻ. പ്രിവെൻറ്റിംഗ് സോയിൽ ഇറോഷൻ ബൈ ടേക്കിംഗ്
appropriate measures is called soil conservation. Okay. Soil formation is a very slow process, and soil that we see today has taken thousands of years to form. അതായത് നമുക്കറിയുന്ന നമ്മൾ കാണുന്ന സോയില് ആയിരക്കണക്കിന് വർഷം എടുത്താണ് ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ സോയിലെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. സം ഓഫ് ദ വേസ് ഇൻ വിച്ച് സോയിൽ ക്യാൻ ബി കൺസേർവ്ഡ്. സോയിൽ നമുക്ക് കൺസർവ് ചെയ്യാനായിട്ടുള്ള കുറേ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, എഫോറസ്റ്റേഷൻ. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോറസ്റ്റേഷനും ഉണ്ട്, എഫോറസ്റ്റേഷനും ഉണ്ട്, മാറിപ്പോകരുത്. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ കൺസേർവ് സോയിൽ ബൈ പ്ലാന്റിങ് മോർ ട്രീസ്. അതായത് നമ്മൾ ഒരുപാട് ചെടികളൊക്കെ നട്ടു വളർത്തുക. ദ ലാർജ് സ്കെയിൽ പ്ലാന്റിങ് ഓഫ് ട്രീസ് ഇൻ ആൻ ഏരിയ ഓഫ് ലാൻഡ് ഈസ് കോൾഡ് എഫോറസ്റ്റേഷൻ. ലാർജ് സ്കെയിലിൽ ട്രീസിനെ നമ്മൾ നട്ടു വളർത്തുക, അതിന് പറയുന്ന പേരാണ് അഫോറസ്റ്റേഷൻ. ഓക്കെ. സോ അഫോറസ്റ്റേഷൻ മീൻസ് ലാർജ് സ്കെയിൽ പ്ലാന്റിങ് ഓഫ് ട്രീസ് ഇൻ ആൻ ഏരിയ ഓഫ് ലാൻഡ് ഈസ് കോൾഡ് അഫോറസ്റ്റേഷൻ. ഓക്കെ. Next one is terrace farming. Terrace farming is practiced in hilly areas. Okay, in this type of farming, terrace or furrows are made along with the hill slopes. ടെറസ് ഫാമിംഗ് എന്ന് നമുക്കറിയാം. സ്ഥലപരിമിതി കാരണം ആൾക്കാരൊക്കെ ടെറസ് ഫാമിങ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ടെറസ് ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഹില്ലി ഏരിയാസിലാണ് കൂടുതൽ ടെറസ് ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് കവർ ക്രോപ്സ്. ഇതെല്ലാം സോയിൽ കൺസർവേഷൻ്റെ ഓരോരോ രീതികളാണ് പറയുന്നത്. കവർ ക്രോപ്സ്. In fields, farmers grow a crop in a particular season. After the crop is harvested, the field remains bare and is exposed to sun, wind and water. നമ്മൾക്കറിയാം ഫാമേഴ്സ് ക്രോപ്സ് ഒക്കെ അവർ നല്ല പാകമായി കഴിഞ്ഞ് ആ ക്രോപ്സിൽ നിന്നൊക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് കൃഷിയൊന്നും ചെയ്യാതെ കണ്ടിടും. ആ ഒരു ടൈമിൽ അതായത് ദ ഫീൽഡ് റിമെയിൻസ് ബെയർ ആൻഡ് ഈസ് എക്സ്പോസ്ഡ് ടു സൺ, വിൻഡ് ആൻഡ് വാട്ടർ. ദ സോയിൽ ഫ്രം ദ ഫീൽഡ് ക്യാൻ ബി ബ്ലോൺ ഓർ വാഷ്ഡ് അവേ ഈസിലി. So grasses or some other plants are grown on the fields until the new crops is sown. ആ ഒരു ടൈമിൽ ഈ ഫീൽഡിലെല്ലാം തന്നെ ഗ്രാസ്, ഒരുപാട് പുല്ലുകളൊക്കെ വളരും. അത് അടുത്ത അല്ലെങ്കിൽ അടുത്ത ക്രോപ്സിന് അവിടെ കൃഷി ചെയ്യുന്നത് വരെ ഈ ഫീൽഡിലെല്ലാം ഗ്രാസ് ഒക്കെ വളരുന്നത് കാണാം. The plants or grasses that are grown in between two crops are called cover crops. Okay, these are used as cattle feed. ഇപ്പോൾ കവർ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് ഓർ ഗ്രാസസ് ദാറ്റ് ആർ ഗ്രോൺ ഇൻ ബിറ്റ്വീൻ ടു ക്രോപ്സ് ആർ കോൾഡ് കവർ ക്രോപ്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഷെൽട്ടർ ബെൽറ്റ്. The effect of wind on the fields can be reduced by growing trees, shrubs and grasses on the boundaries of a farm. Such barriers of plants that prevent soil erosion are called shelter belts. In dry areas, fences of stone are built as barriers. ഷെൽട്ടർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷ്രബ്സ് അതുപോലെ ഗ്രാസും ഒക്കെ വെച്ച് നമ്മുടെ ഈ ഫാംസിനൊക്കെ ഒരു ബൗണ്ടറീസ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഷെൽട്ടർ ബെൽറ്റ് എന്ന് പറയുന്നത്. സച്ച് ബാരിയേഴ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഈ പ്ലാന്റ്സ് കൊണ്ടുള്ള ഈ ബാരിയേഴ്സ് എല്ലാം തന്നെ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ. സോ
shrubs and grass on the boundaries of a farm. Such barriers of plants that prevent soil erosion are called shelter belts. Okay. Next one is crop rotation. Crop rotation helps in maintaining soil fertility. Crop rotation സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടുന്നതിന് സഹായിക്കും. ദിസ് പ്രാക്ടീസ് റെഡ്യൂസസ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. അതായത് ക്രോപ്പ് റൊട്ടേഷനിലൂടെ സോയിലുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. It is done by growing different crops in an area instead of cultivating the same crops season after season. അതായത് ഒരുപോലെയുള്ള ക്രോപ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു ടൈപ്പ് ക്രോപ്സ് കൃഷി ചെയ്തതിന് ശേഷം വേറൊരു ടൈപ്പ് അതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുക. ആ ഒരു പ്രാക്ടീസിന്, ആ ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് പറയുന്ന പേരാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഓക്കെ, സോ ദിസ് പ്രാക്ടീസ് റെഡ്യൂസസ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. It is done by growing different crops in an area instead of cultivating the same crop. ഒരേ ക്രോപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാതെ കൊണ്ട് ഇടകലർത്തി അല്ലെങ്കിൽ ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേറൊരു ടൈപ്പ്. ഇപ്പോൾ നമുക്കറിയാം പാടി ഫീൽഡ് ശ്രദ്ധിച്ചാൽ അവിടെ കൃഷിയെല്ലാം കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ പയർ കൃഷി ചെയ്യുന്ന കാണാം. ഇങ്ങനെ മാറി മാറി ക്രോപ്സിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. ആ ഒരു രീതിക്കാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബൺസ് ഓർ എംബാങ്ക്മെന്റ്സ്. ഓക്കെ, in many areas fields are located on river banks. These fields can sometimes get flooded by river water which can take away the topsoil. To prevent this, bunds or embankments are built along the river banks. അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് റിവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കറിയാം ഈ വെള്ളം കയറി ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം നശിച്ചു പോകും. അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൺസ് അല്ലെങ്കിൽ എംബാങ്ക്മെൻറ്റ്സ് ഒക്കെ പണിയുന്നത്. ഓക്കെ, ദീസ് ബൺസ് ഓർ എംബാങ്ക്മെൻറ്റ്സ് ആക്ട് ആസ് ബാരിയർ പ്രിവെൻറ്റിംഗ് the river water from flowing into the fields and flooding them. നമ്മുടെ ഈ ഫീൽഡിലോട്ടൊന്നും വെള്ളം വരാതെ കണ്ട് ഈ ബൺസും അതുപോലെ എംബാങ്ക്മെൻറ്റ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് എംബാങ്ക്മെൻറ്റ്സ്. ഓക്കെ, so our 5th chapter is over. You study well. We will meet in the next class. Thank you.